പറഞ്ഞു. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന 3 LDF-ന്റെ സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ 2 പേർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർമാരായിരുന്നു. അതിൽ കഴക്കൂട്ടത്തെയും നേമത്തെയും സ്ഥാനാർത്ഥികൾ ഈ മന്ത്രിമാരായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ പല തവണ MLA ആയിരുന്നു. ശിവൻകുട്ടിയും പലതവണ MLA ആയിരുന്നു. VK പ്രശാന്ത് 1 കൂടുതൽ തവണ ജയിച്ചിരുന്നു. അതായത് കഴിഞ്ഞൊരു 30-40 വർഷം കൊണ്ട് ഇവർ 3 പേരും അധികാരത്തിന്റെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഒന്നുകിൽ MLA, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ മേയർ, അങ്ങനെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗമായിരുന്നു ഇവർ. കഴിഞ്ഞൊരു 40 വർഷം തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി ഇവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഒരു MLA-യുടെ ഫണ്ട് വാങ്ങി മണ്ഡലത്തിൽ ചെലവഴിക്കുക എന്നുള്ളതിലപ്പുറം എന്താണ് ചെയ്തിട്ടുള്ളത്? കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ LDF-ന്റെ സ്ഥാനാർത്ഥി ഒരു കാര്യം ഈ മണ്ഡലത്തിന്റെ ജനങ്ങളോട് മറുപടി പറയേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കുളത്തൂർ ഉൾപ്പെടെയുള്ള മേഖല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.